ഇനി ഒരു കാര്യം കൂടെ ചോദിക്കാം, അടുത്ത വർഷം പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ ഈ പ്രൊഡക്ഷൻ ചെയ്ത മൂവി കൂട്ടി 3 മൂവീസാണ് റിലീസ് ഉള്ളത്. ഒന്ന് ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ഉണ്ട്, ഇൻഡിവിജ്വൽ പ്രൊജക്റ്റാണ്. അഭിലാഷ് നായർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംവിധായകനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പുതിയ ഡയറക്ടേഴ്സായിട്ടാണ് വർക്ക് ചെയ്തത്. ജഗന്റെ കൂടെ ആണെങ്കിലും പോലീസ് ക്യാരക്ടറിന്റെ നല്ല ക്യാരക്ടർ. അതെ. അപ്പൊ അതുണ്ട്. പിന്നെ VK പ്രകാശ് സാറിന്റെ കൂടെ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷൈൻ ടോമും ഞാനുമാണ് ലീഡ് ക്യാരക്ടേഴ്സ് വരുന്നത്. അതുണ്ട്. പിന്നെ നമ്മുടെ ഈ മൂവി ഈശ്വരൻ സഹായിച്ച് എല്ലാം നന്നായി വരട്ടെ, എല്ലാം ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. എന്തായാലും ഈ പ്രാവശ്യം ക്രിസ്മസിന് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കേട് ഞാൻ തീർത്തു, കോളിഫ്ലവറിന്റെ കേട് ഞാൻ തീർത്തു. ഇനി സിജു ആരോടും പറയുന്നില്ല ഞാൻ എനിക്കൊരു കോളിഫ്ലവർ തന്നു പറ്റിച്ചെന്ന് പറയുകയല്ലോ. ഇല്ല, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അന്ന് കഴിച്ചത്. ഞാൻ പറഞ്ഞിരുന്നില്ല, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അന്നേച്ചിപ്പോ ഞാൻ എന്നോട് രാവിലെ പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് മുന്നേ നമ്മളെപ്പോഴും ചേച്ചി പ്രത്യേകിച്ച് ആ ഭാഗത്ത് കോട്ടയം ആ സൈഡില്ലേ, കോട്ടയത്ത് നിന്ന് വരുമ്പോ ഞാൻ നോൺ വെജ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെയല്ലേ പ്രതീക്ഷിക്കുന്നത്? കറക്റ്റ്. ഇനിയിപ്പോ സിജു കുറ്റം പറയുവായിരുന്നു. വീഴുന്ന കണ്ടിട്ട് തന്നെ എന്റെ വായില് വെള്ളം നിറഞ്ഞു കളിക്കുക. ശ്രുതി അങ്ങനെ ബീഫോ പോക്കോ ഡക്കോ ഇതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ കല്യാണം കഴിക്കണതിന് മുമ്പ് വരെ. കഴിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് കഴിക്കാനുള്ളല്ലേ, ഈ ലോകത്തുള്ളതൊക്കെ നമുക്ക് ഉള്ളതല്ലേ, കഴിക്കാനൊക്കെ ടേസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള കഴിക്കാതെ കഴിക്കാനുള്ള. പിന്നെ ഡക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് കുരുമുളക് ഇട്ട് ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുമല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടം. അത് വല്ലപ്പോഴും കഴിക്കാറുള്ളൂ. മതിയല്ലോ, എന്നാലും ആ ടേസ്റ്റ് മാറിയില്ലേ, ടേസ്റ്റ് ഇഷ്ടായില്ലേ? ഇത് ഇത്രയും നാള് മിസ്സായി പോയില്ലെന്ന് എപ്പോഴും കുക്ക് ചെയ്യിക്കും അത് കഴിക്കാൻ വേണ്ടി. അപ്പൊ ഇപ്പഴാ രുചി പിടിച്ച കൊച്ചിനെ. അത് മാത്രല്ല സിജു, ഒരു കാര്യം കഴിക്കുന്നതിന് മുമ്പ് എന്റെ പ്രേക്ഷകർക്ക് 2 കാര്യം പറയണം. ഒരു ക്രിസ്മസ് ആശംസയും ഒരു ന്യൂ ഇയർ. തീർച്ചയായിട്ടും പ്രേക്ഷകർക്കെല്ലാം, പ്രേക്ഷകർ എത്ര നാളായിട്ട് നമ്മള് പരിചയത്തിലുള്ള ആൾക്കാരാണ്, അവരാണല്ലോ നമ്മുടെ ബലം. എന്താ എല്ലാവർക്കും ഏറ്റവും ഭംഗിയായിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ആശംസകൾ, അതുപോലെ തന്നെ ന്യൂ ഇയർ ആശംസകൾ. ഈ വർഷം എനിക്ക് തോന്നുന്നു ഒക്കെ വർഷമായിരുന്നു തോന്നുന്നു എല്ലാവർക്കും. എനിക്ക് അങ്ങനെ ആയിരുന്നു. ഒക്കെ കുഴപ്പമില്ലാത്തൊരു ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഇയർ അടിപൊളിയാവും എന്നുള്ളതാണ് വിശ്വാസം. അതെ, അടിപൊളിയാണ്. അതെ. എനിവേ സിജു ഇവിടെ വന്ന് ഇത്രയും നേരം ഞങ്ങളായിട്ട് സ്പെൻഡ് ചെയ്ത ഒരു ക്രിസ്മസ് ഞങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലാണെങ്കിലും നിറവോടെ ആഘോഷിക്കാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി, ഐ എം സോ താങ്ക്ഫുൾ. അതേപോലെ വൈഫിനോട് പ്രത്യേക അന്വേഷണം, ന്യൂ ഇയർ ആശംസകൾ പറയണം, ക്രിസ്മസ് ആശംസകൾ പറയണം, ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ. തീർച്ചയായിട്ടും സാറിന്റെ അടുത്തും പറയണം, ജഗന്റെ അടുത്ത് എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, എപ്പോഴും സംസാരിക്കാറുള്ളതാണ്. ഞാൻ എല്ലാം ഭംഗിയാണ്. സാറിന്റെ പുതിയ സിനിമ വരുന്നുണ്ട്, വരവ്. അതിനും ഓൾ ദി ബെസ്റ്റ് പറയണം. എനിക്ക് ഭാവിയിൽ സാറിന്റെ കൂടെ ആഗ്രഹമാണ്. സാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറയത്തേ ഉള്ളൂ, പിന്നെ ബാക്കി കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാറില്ല, അതാണ് സത്യം. എനിവേ, താങ്ക് യു വെരി മച്ച്. ഇനി എന്റെ വെന്താലും കഴിച്ചു. തീർച്ചയായിട്ടും. ഇഷ്ടായോ? ഓക്കെ. അപ്പൊ എന്റെ പ്രേക്ഷകർക്ക് ഇനി ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മച്ചിമാരുടെ റെസിപ്പീസ് ഒന്നും ഒട്ടും മോശമാവും. റെസിപ്പി എന്തായാലും ഭയങ്കര വിന്തോട് ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിൽ അതിന്റെ വിനാഗിരിയുടെ കേറി നിൽക്കും. എനിക്ക് അത്രയും ഇഷ്ടമല്ല. അപ്പൊ ഈ പ്രേക്ഷകരോട് ഇന്ന് ഞാൻ ചട്ടയും മുണ്ട് കൊടുത്തു ഒന്ന് ഈ ഇത്ര നേരം ഇരിക്കുന്ന എന്നാത്തിനെന്നറിയോ, ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്തോളൂ. ഇതേപോലെ നിറവോടുകൂടി എല്ലാവരും എപ്പോഴും ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് എപ്പോഴും ആനീസ് കിച്ചണിലെ ആനിക്കുള്ളത്. അതേപോലെ നിറവോടുകൂടി ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.